പ്രിയപ്പെട്ട വരന്മാരെ വരത്തികളെ, എല്ലാവരും നന്നായി തന്നെ ചെയ്തു. നമ്മൾ അവസാന ലാപ്പിൽ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനി 6-7 വീഡിയോകൾ കൂടി വന്നാൽ നമ്മളുടെ ഈ ഒരു ചലഞ്ച് അവസാനിക്കും. ഇവിടെ ഞാൻ ഇന്ന് വരയ്ക്കാൻ പോകുന്നത് അണ്ടർ വാട്ടർ ഉള്ള ഒരു ജീവിയാണ്. ജീവി എന്ന് പറഞ്ഞാൽ ഒരു ചെടിയാവാം, എന്തുമാവാം. പക്ഷേ ഒരിക്കലും അത് കോപ്പി ചെയ്യുകയല്ല. എൻ്റേതായ രീതിയിലുള്ള ഒരു പുതിയ ജീവിയെ വരച്ചുണ്ടാക്കുകയാണ്. ഇത് ജീവിയാവാം, അവിടെയുള്ള ഒരു സസ്യമാവാം. നിങ്ങൾക്ക് കാണാം പുതിയതായി എങ്ങനെ നമുക്ക് പുതിയതൊന്നിനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് കൂടി നിങ്ങൾ കാണുകയാണ്. നിങ്ങൾ പലപ്പോഴും അണ്ടർ വാട്ടറിൽ കണ്ട പല ജീവികളുടെയും ഭാഗങ്ങൾ ഇവിടെ നിങ്ങൾക്കുണ്ടാവും. ആ ഉരുണ്ട ഭാഗം പലപ്പോഴും ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷേ അതിന് ചുറ്റുമുള്ള താമരയിലെ പോലുള്ള ആ ഒരു ഭാഗം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ പുതിയ അണ്ടർ വാട്ടർ ജീവികളെക്കുറിച്ച് ഞാൻ കുറച്ച് ദിവസമായി പഠിക്കുകയും കാണുകയും അതേക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് അതിൽ നിന്നുണ്ടായ എൻ്റേതായ ഒരു ചിത്രമാണിത്. അപ്പോൾ നിങ്ങൾക്കത് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം. ചെയ്ത് നോക്കുക. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള മീനുകളെയോ മറ്റ് ജീവികളെയോ അല്ല ചെയ്യേണ്ടത്. നമ്മളതെല്ലാം ഇവിടെ ചെയ്ത് കഴിഞ്ഞു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ജീവിയെ വരയ്ക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ സെലക്ട് ചെയ്ത് വരച്ച് നോക്കാം. ഇവിടെ ആദ്യം ഞാൻ ക്രിംസൺ റെഡ് കൊണ്ട് ചെയ്തു. മുകൾ ഭാഗം ലൈറ്റാണ്. താഴ്ഭാഗത്തേക്ക് കൂടുതൽ ഡാർക്ക് ചേർക്കുന്നു. കുറച്ച് ബ്ലൂ കൂടി ചേർത്ത് താഴെ കൂടുതൽ ഡാർക്കാക്കി ചെയ്യുന്നു. നിങ്ങൾക്കിത് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഡ്രോയിങ് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. താഴെ വയലറ്റ് നിറമാണ് ഉപയോഗിക്കുന്നത്. നല്ല കട്ടിയിൽ ഉപയോഗിക്കുന്നുമുണ്ട്. വെള്ളം വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. മുകൾ ഭാഗത്ത് കുറച്ചുകൂടി ഞാൻ അവിടെ നിന്ന് കളർ പിക്ക് ചെയ്യുന്നത് കാണാം. ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഇനി പുറം ഭാഗം, അതായത് നമ്മളുടെ ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മളിവിടെ വരയ്ക്കുകയാണ്. പലപ്പോഴും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാറില്ല. ഇവിടെ അങ്ങനെയല്ല, വെള്ളത്തിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ കൊണ്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അൾട്രാമറൈൻ ബ്ലൂ ഉപയോഗിക്കാം, പ്രഷ്യൻ ബ്ലൂ ഉപയോഗിക്കാം, സെറിലിയൻ ബ്ലൂ ഉപയോഗിക്കാം, ഏത് ഉപയോഗിക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന രീതി ഈ വാട്ടർ കളറിൻ്റെ രീതി ആയിരിക്കണമെന്ന് മാത്രം. പലർക്കും നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പരത്തിയെടുക്കുന്നതിനെ കുറിച്ച് നല്ല അഭിപ്രായമില്ല. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, വാട്ടർ കളറിൻ്റെ രീതി അങ്ങനെ തന്നെയാണ്. കുറച്ചൊന്ന് അബ്സ്ട്രാക്റ്റ് രീതിയിൽ തന്നെയാണ് നമ്മൾ വാട്ടർ കളർ ചെയ്യേണ്ടത്. റിയലിസ്റ്റിക് ചെയ്യാൻ നമുക്ക് അക്രിലിക്കും ഓയിൽ പെയിൻറ്റും എല്ലാം ഉണ്ട്. വാട്ടർ കളറിൻ്റെതായ രീതിയിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടാകുന്നത്. നിങ്ങൾ ഈ ഒരു രീതി പഠിച്ച് നോക്കുക. നിങ്ങൾ പിൻട്രസ്റ്റിലോ യൂട്യൂബിലോ ഗൂഗിളിലോ എല്ലാം വാട്ടർ കളർ ഇല്ലുസ്ട്രേഷൻ എന്നോ സിമ്പിൾ വാട്ടർ കളർ പെയിൻറ്റിംഗ് എന്നോ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലുള്ള പെയിൻറ്റിങ്ങുകളായിരിക്കും. കാരണം പലരും വാട്ടർ കളറിനെ അതിൻ്റേതായ രീതിയിൽ തന്നെ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ പലർക്കും ഇപ്പോഴും റിയലിസ്റ്റിക്കായി വാട്ടർ കളർ ചെയ്യുന്ന രീതിയാണ് ഇഷ്ടമെന്ന് തോന്നുന്നു. എൻ്റെ താല്പര്യം അങ്ങനെയല്ല. നിങ്ങളും അതുപോലെ ആവണം എന്നെനിക്ക് ഉറപ്പൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. പക്ഷേ എൻ്റെ രീതിയിൽ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കാണുക, ചെയ്ത് നോക്കുക. കുറച്ച് ഗ്രീനൽ മിക്സ് ചെയ്തു താഴ്ഭാഗത്ത്. ആ താമരയുടെ ഇതകൾ പോലുള്ള ആ ഭാഗം ഒഴിവാക്കിയതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടാണ് ചെയ്യുന്നത്. വക്കെല്ലാം നല്ല ശ്രദ്ധിച്ച് ചെയ്യണം. ഇത് ഞാൻ മോപ്പ് ബ്രഷാണ് ഉപയോഗിക്കുന്നത്. മോപ്പ് ബ്രഷിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഒന്ന് പോയി കാണുക. പലരും ഈ ഒരു ചലഞ്ചിൽ കണ്ടതിന് ശേഷം മോപ്പ് ബ്രഷ് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. പലരും എനിക്ക് റിപ്ലൈ തരുന്നുണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലുമെല്ലാം. ഇവിടെ കുറച്ച് സ്പ്രേ എല്ലാം ചെയ്യുന്നു. ഇതെല്ലാം ഈ റിയലിസ്റ്റിക് ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെടാത്തൊരു രീതിയാണ് കേട്ടോ. ഈ ഒരു വെള്ളം തെളിക്കുന്നതും കളറുകൾ തെളിക്കുന്നതും എല്ലാം. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു അബ്സ്ട്രാക്ട്നെസ് നിങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ അതുപോലെ തന്നെയാണ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങളുടെ ഇഷ്ടം പോലെ കണ്ടിന്യൂ ചെയ്യുക. നല്ല പരിക്കനായി വന്നിരിക്കുന്നുണ്ടോ? കുറച്ച് കളറുകളും ഞാൻ സ്പ്രേ ചെയ്യുന്നുണ്ട്. മുഴുവൻ ഫ്രെയിം ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണാം ഈ ഒരു ഒബ്ജക്റ്റിന് ചുറ്റുമുള്ള കുറച്ച് ഭാഗം മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാം സ്മൂത്ത് പേപ്പർ ആയതുകൊണ്ട് ഷാർപ്പ് എഡ്ജായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. റഫ് പേപ്പർ ആണെങ്കിൽ കുറച്ച് റഫായിട്ട് നമുക്ക് ചെയ്യാം. അതും അതിൻ്റേതായ ഒരു ചന്തം ഉണ്ടാക്കും. ഉള്ളിലൽപ്പം ഓറഞ്ചാണ് ചേർത്തത് സെൻറ്റർ ഭാഗത്ത്. ഏത് ജീവിയാണ് എന്നൊന്നും ചോദിക്കരുത്. ഇത് എൻ്റെ മനസ്സിലുള്ള ഒരു ജീവിയാണ്. പലപ്പോഴും ഇതിനോട് സാമ്യമുള്ള ജീവികളെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഇത് എൻ്റെ മനസ്സിലുദിച്ച ഒരു ചെറിയ ഐഡിയ മാത്രമാണ്. അപ്പോൾ അതിന് നാമമോ കാലമോ ഒന്നും ഉണ്ടായിരിക്കില്ല. നമുക്ക് ഇഷ്ടമുള്ളതല്ലേ നമ്മൾ വരയ്ക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് കൂട്ടുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ശ്രമിക്കണം. ഉൾഭാഗത്ത് വയലറ്റ് ഉപയോഗിച്ച് ഡാർക്ക് ആക്കുന്നു. അവിടേക്ക് ആ ഓറഞ്ച് പരന്നു പോകുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഓറഞ്ച് ചെയ്ത് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ
അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ഞാനത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി ചെയ്തപ്പോഴാണ് ഇത് പരന്നു പോയിരിക്കുന്നത്. ഇവിടെ നന്നായി ഓറഞ്ച് ചെയ്ത് അത് ഉണങ്ങിയതിന് ശേഷമാണ് ചുറ്റും ചെയ്യുന്നതെങ്കിൽ വളരെ നന്നായി തന്നെ നമുക്കത് ചെയ്യാൻ കഴിയും. ഇവിടെ കണ്ടോ, ആ ഓറഞ്ചിലേക്ക് ആ ബ്ലൂ പരന്നു പോകുന്നുണ്ട്. അതിനുവേണ്ടി വീണ്ടും വീണ്ടും ഓറഞ്ച് ചേർക്കുമ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഉണങ്ങിയതിന് ശേഷം മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ബ്ലൂവും റെഡും എല്ലാം മിക്സ് ചെയ്ത് സൂം ചെയ്ത് കാണിക്കുന്നു. കുറച്ച് പുള്ളികൾ ഇടുകയാണ് ചെയ്യുന്നത്. അതായത് ഒരേപോലെയുള്ള പുള്ളികൾ ഇടാം. ഇനി ഈ പുള്ളികൾക്ക് മുകളിൽ നമുക്ക് വൈറ്റ് കൊണ്ടും പുള്ളി ഇടേണ്ടതുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഇത് നന്നായി കാണാൻ കഴിയും. പുള്ളികൾ ഇടുമ്പോൾ ഓരോ പുള്ളികൾക്കിടയിലുമുള്ള ഗ്യാപ്പൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഡാർക്ക് റെഡാണ് ഉപയോഗിക്കുന്നത്. ഡാർക്ക് റെഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് റെഡിൽ കുറച്ച് ബ്ലൂ ചേർത്താലും മതി, അങ്ങനെ ഉപയോഗിക്കാം. വയലറ്റാണ് കിട്ടുക, പക്ഷേ വെള്ളം കുറച്ച് ഉപയോഗിക്കണമെന്ന് മാത്രം. ഒരേപോലെയുള്ള പുള്ളികളല്ല ഞാൻ ഇട്ടിരിക്കുന്നത് കാണാം. വലിപ്പം കൂട്ടിയും കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. റഫായ വർക്കുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. കുറച്ചുകൂടി ഓറഞ്ച് എടുത്ത് ആ ഇലയുടെ ഭാഗങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഓറഞ്ചാണ് ഉപയോഗിച്ചത്, അത് ബ്ലൂവിൽ മുങ്ങിപ്പോയി. ഇനി നമ്മൾ ഇലയുടെ ഭാഗം കുറച്ച് ഭാഗം മാത്രം പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഡാർക്കായ കളറാണ്, അതായത് തിക്കായ കളർ കൊണ്ട് ചെയ്തതിന് ശേഷം ബ്രഷ് നന്നായി വാഷ് ചെയ്ത് കുറച്ച് വെള്ളമെടുത്ത് അതിനെ പരത്തി ആ ഇലയുടെ ഭാഗം ലൈറ്റും ഷെയ്ഡുമായി മാറ്റി വരയ്ക്കുന്നതാണ് കാണുന്നത്. അടുത്ത ഇലയ്ക്കും ചെയ്തു. ആദ്യം 3 ഇലകൾ ചെയ്തതിന് ശേഷം അതിനെ ക്ലിയർ ചെയ്തതിന് ശേഷമാണ് അടുത്ത ഇലയിലേക്ക് കടന്നത്. പെട്ടെന്ന് ഉണങ്ങുന്ന പേപ്പർ ആണെങ്കിൽ നിങ്ങൾ ഒരേ ഇല തന്നെ ക്ലിയറായി ചെയ്തതിന് ശേഷമാണ് അടുത്തിലേക്ക് പോകേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക. ആദ്യം ഡാർക്ക് കളറാണ് ചേർത്തത്, പിന്നെ വെള്ളം ചേർത്ത് അതിനെ ഡൈല്യൂട്ട് ചെയ്ത്, അതായത് ബ്രഷ് നന്നായി വാഷ് ചെയ്ത ശേഷം വേണം നമ്മൾ വെള്ളം അതിൽ എടുക്കാൻ. ശേഷം നമ്മളതിനെ പരത്തിയെടുക്കുമ്പോഴാണ് അത് ആ ഇലകളെല്ലാം ഉരുണ്ടതായി നമുക്ക് തോന്നുന്നത്. ഇനി ഈ ഇലകൾക്കടിയിൽ നമുക്ക് ഡാർക്ക് നിറങ്ങൾ ചേർക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഇത് പൊങ്ങി നിൽക്കുന്ന ഒരു എഫക്റ്റ് നമുക്ക് തോന്നുക. നിങ്ങളുടെ മനസ്സിലുള്ള ഇതുപോലുള്ള ഫാൻറ്റസി ചിത്രങ്ങൾ നിങ്ങൾ വരയ്ക്കുക. ഈ ചലഞ്ചിന് ശേഷവും നിങ്ങൾക്കത് അയക്കാം. നമുക്ക് നല്ല ചിത്രങ്ങളാണെങ്കിൽ പരിഗണിക്കാം. എൻ്റെ ചാനലിലൂടെ ഞാൻ മറ്റുള്ളവരെ കാണിക്കാം. ഫാൻറ്റസി ചിത്രങ്ങളായിരിക്കണമെന്ന് മാത്രം. എല്ലാ ചിത്രങ്ങളും കാണിക്കാൻ നമുക്ക് കഴിയില്ല. ഫാൻറ്റസി ചിത്രങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ് വരയ്ക്കാൻ. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ തീർച്ചയായും എനിക്ക് അയച്ചു തരാം. ഇവിടെ കണ്ടോ, ഡാർക്ക് ബ്ലൂ ഉപയോഗിച്ച് അതിൻ്റെ താഴ്ഭാഗം പെയിൻറ്റ് ചെയ്തു, ആ ഇലയുടെ താഴ്ഭാഗം. ഇനി അതിനെ കുറച്ചുകൂടി ഒന്ന് പരത്തിയെടുക്കുന്നു. ബ്രഷിൻ്റെ അടയാളങ്ങളെല്ലാം നന്നായി വരുന്നുണ്ട്. അതൊന്നും പ്രശ്നമാക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യൂ. നിങ്ങൾ സ്മൂത്തായി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല. വീണ്ടും വീണ്ടും പറയുകയാണ്. സ്പ്രേ ചെയ്യുന്നു, ഇതെല്ലാം പലപ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫ്രെയിം, ഈ ഒരു പേജ് മുഴുവനായും ഈ ബ്ലൂ കൊണ്ട് പെയിൻറ്റ് ചെയ്ത് ഇതുപോലെ ടെക്സ്റ്ററൊക്കെ ഉണ്ടാക്കി വേറെ കുറച്ച് മീനുകളെല്ലാം ചേർത്ത് അല്ലെങ്കിൽ ഒക്ടോപ്പസിനെ എല്ലാം ചേർത്ത് വീണ്ടും നമുക്ക് സുന്ദരമാക്കി എടുക്കാം. കാരണം മീനുകളെ വരയ്ക്കുന്ന വീഡിയോയും ഒക്ടോപ്പസിനെ വരയ്ക്കുന്ന വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ വൈറ്റ് കളർ നന്നായി തിക്കായി എടുത്ത് ചെറിയ ബ്രഷ് കൊണ്ട് ആ ഡാർക്ക് ഡോട്ടുകൾ ഇട്ടതിന് മുകളിൽ വീണ്ടും ഓരോ പുള്ളികൾ കൂടി ഇടുകയാണ്. നമുക്ക് സൂം ചെയ്ത് കാണിക്കാം. നല്ല തിക്കായി ബോട്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്തും നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഹൈലൈറ്റ് വരുമ്പോൾ അത് പൊങ്ങി നിൽക്കുന്ന ഒരു എഫക്റ്റാണ് നമുക്കുണ്ടാകുന്നത്. ഈ ജീവിയുടെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയോ എന്ന് കണ്ടുപിടിക്കുക. അറിയുന്നവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ ചേർക്കുക. എനിക്കും അതിൻ്റെ പേരറിയണം. കാരണം എൻ്റെ മനസ്സിലുള്ള ഒരു ജീവിയാണ്. അതിന് നിങ്ങൾക്ക് പേരിടാൻ കഴിയുമെങ്കിൽ നമുക്ക് സന്തോഷം. ശ്രദ്ധിച്ചാണ് ഇടുന്നത്. ആദ്യം ഇട്ട ആ ഡാർക്ക് പുള്ളിക്ക് മുകളിലാണ് നമ്മൾ വീണ്ടും പുള്ളികൾ ഇടുന്നത്. ബ്ലൂ കളർ എടുക്കുന്നു, വീണ്ടും തിക്കായാണ് എടുക്കുന്നത്. അതിൻ്റെ ഉൾഭാഗത്തെ ഒന്നുകൂടി അതിൻ്റെ എഡ്ജൊക്കെ ഷാർപ്പാക്കി കൊണ്ടുവരികയാണ്. ഉൾഭാഗം കുറച്ച് ഡെപ്ത് ഉള്ളതുപോലെ, അതായത് കുഴിഞ്ഞതുപോലെ തോന്നിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ ഓറഞ്ചിൻ്റെ ഭാഗം ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി നന്നായി കാണാൻ കഴിയുന്നുണ്ട്. കുറച്ച് റെഡ് കളർ കൂടി ആ ഓറഞ്ചിൻ്റെ മുകളിൽ ചേർത്തു. കുറച്ചുകൂടി ഓറഞ്ച് എടുത്ത് ആ ഇലയുടെ ഡീറ്റെയിലുകൾ ചേർക്കുകയാണ്. അതായത് ഇലയും ആ ഒരു
നടുവിലുള്ള ഭാഗവും തമ്മിൽ വേർതിരിക്കുന്ന ചില ഡോട്ടുകൾ ചേർക്കാം. അഗ്രഭാഗം ഒന്നുകൂടി ഡാർക്ക് ആക്കാം. അങ്ങനെ പല തരത്തിൽ നിങ്ങൾ ചെയ്ത് നോക്കാം. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാൻ ചെയ്യുന്നതെന്ന് മാത്രം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എപ്പോഴും തരുന്നുണ്ട്. അങ്ങനെയാണ് പലരും പല പരീക്ഷണങ്ങളും ചെയ്ത് ഇവിടെ നന്നായി നമ്മളുടെ എക്സിബിഷനിൽ പങ്കെടുത്ത് ചിത്രങ്ങൾ അയച്ചിട്ട് ഞാനിവിടെ കാണിച്ചത്. ഓരോ വീഡിയോയ്ക്ക് ശേഷം കാണിച്ച വീഡിയോകളിലും നിങ്ങൾക്ക് കാണാം അവരുടെ ചിത്രങ്ങൾ അവർ മികച്ചതായി തന്നെ ചെയ്തത്. ഇനി ഇതിൽ നിന്നെല്ലാം സെലക്ട് ചെയ്ത കുറച്ച് ചിത്രങ്ങൾ നമുക്കൊരു എക്സിബിഷൻ നടത്തണം. ഓരോ വീഡിയോയിൽ നിന്നും സെലക്ട് ചെയ്ത, ഓരോ വീഡിയോ കണ്ട് അയച്ച ചിത്രങ്ങളിൽ നിന്നും സെലക്ട് ചെയ്ത 1-2 പേർക്കാണ് സെലക്ഷൻ ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടായി തോന്നരുത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.